എല്ലാവർക്കും ഷിയാബ്സ് അക്കാഡമിയുടെ ചാനലിലേക്ക് സ്വാഗതം. ടാലി പ്രൈമിന്റെ 30 ഡേയ്സ് ചലഞ്ചുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ടാലി പ്രൈം വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാം. അപ്പോൾ 30 ദിവസം കൊണ്ട് ടാലി എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ്. ടാലി സോഫ്റ്റ്വെയറിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരേണ്ടതില്ല. അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ്. നമുക്ക് അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ റിപ്പോർട്ടും വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യുന്ന കിട്ടുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ടാലി പ്രൈം. ഒരുപാട് പുതിയ അഡ്വാൻസ്ഡ് ടെക്നോളജി അക്കൗണ്ടിങ്ങിൽ വന്നതെല്ലാം ടാലി പ്രൈമിലുണ്ട്. അപ്പൊ നമ്മൾ ടാലി പ്രൈം പഠിക്കുന്നതിന് മുമ്പായിട്ട് അക്കൗണ്ടിങ് ബേസിക്സ് അറിയാതെ നമുക്ക് ടാലി പ്രൈം ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അക്കൗണ്ടിങ് പഠിച്ച ആളുകൾക്ക് ചിലപ്പോൾ ജേണൽ, ലെഡ്ജർ, ട്രയൽ ബാലൻസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് പറയാറുണ്ട്. അതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടൊന്ന് പഠിച്ചിട്ട് നമുക്ക് ടാലി പ്രൈമിലേക്ക് തുടങ്ങാം. അപ്പൊ ആദ്യമായിട്ട് ടാലി പ്രൈമിന്റെ ഡേ 1 ക്ലാസിന്റെ ചലഞ്ചിൽ അക്കൗണ്ടിങ് ബേസിക്സ് ആണ്. അക്കൗണ്ടിങ് ബേസിക്സ് വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കണ്ടേ? ഈ വീഡിയോ കണ്ടോ. അക്കൗണ്ടിങ് ബേസിക്സ് പാർട്ട് 1, ഡേ 1, ക്ലാസ് 1. എന്താണ് അക്കൗണ്ടിങ്? അക്കൗണ്ടിങ് പഠിക്കാത്തവരും പഠിച്ചവരും ഒക്കെ നിങ്ങൾ ഈ ഒരു ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. Accounting is the art of recording, classifying and summarizing in a significant manner and in terms of money, transactions and event which are in part at least of a financial character and interpreting the result thereof. നമുക്കറിയാം അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്. എന്തിൻ്റെ? റെക്കോർഡിംഗ്, ക്ലാസിഫയിങ്, സമ്മറൈസിങ് ഇൻ സിഗ്നിഫിക്കൻറ്റ് മാനർ. അക്കൗണ്ടിങ് ടേം അനുസരിച്ചിട്ടുള്ള ഒരു റെക്കോർഡിങ്ങും ക്ലാസിഫയിങ് സമ്മറൈസിങ്ങും ഒക്കെയാണ്. നമ്മൾ ബുക്കിൽ എഴുതേണ്ട മെത്തേഡ് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞ് അതിനൊരു ആർട്ടിസ്റ്റിക് രീതിയിലാണ് നമ്മൾ അക്കൗണ്ടിങ്ങിനെ പറയുന്നത്. ഇതൊരു കോമൺ അക്കൗണ്ടിങ് ഡെഫിനിഷനാണ്. നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ടിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഐഡന്റിഫൈങ് ദി ബിസിനസ് ട്രാൻസാക്ഷൻ. നമ്മുടെ ബിസിനസ് ട്രാൻസാക്ഷൻ എന്താണെന്ന് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് പറ്റണം. അതിനുശേഷം അതിനെ റെക്കോർഡിംഗ് ദി ബിസിനസ് ട്രാൻസാക്ഷൻ, അതിന് പറയുന്ന പേര് ജേണൽ എന്നാണ്. ജേണലിലേക്ക് നമ്മൾ അതിനെ മാറ്റും, ജേണലായിട്ട് എഴുതും. അതിനുശേഷം ക്ലാസിഫൈ ചെയ്യും, റെക്കോർഡിംഗ്, ക്ലാസിഫയിങ് ദി ബിസിനസ് ട്രാൻസാക്ഷൻ. അപ്പൊ ജേണലിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യം നമ്മൾ എന്തിലേക്ക് മാറ്റും? ബിസിനസ് ട്രാൻസാക്ഷൻ ക്ലാസിഫൈ ചെയ്ത് അതിനെ കൃത്യമായിട്ട് ലെഡ്ജറിലേക്ക് മാറ്റും. ദെൻ സമ്മറൈസിങ് ദി ബിസിനസ് ട്രാൻസാക്ഷൻ. സമ്മറൈസിങ് ദി ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ജേണൽ ലെഡ്ജറിൽ എഴുതിയേക്കുന്നതിനെ നമ്മളൊരു ട്രയൽ ബാലൻസിലേക്ക് മാറ്റി അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, അല്ലെങ്കിൽ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ മാറ്റും. ദെൻ ഇന്റർപ്രറ്റിംഗ് ദ ബിസിനസ് ട്രാൻസാക്ഷൻ. ഇറ്റ്സ് എ മീനിങ് ജഡ്ജ്മെന്റ് എന്ന് പറയാം. നമുക്ക് മറ്റുള്ള കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ടിങ് സിസ്റ്റത്തിലേക്ക് നമുക്ക് മാറ്റുന്നു. ക്യാഷ് ഫ്ലോ, ഫണ്ട് ഫ്ലോ, റേഷ്യോ അനാലിസിസ്, അങ്ങനെ കുറെ കൂടെ മെത്തേഡ്, അഡ്വാൻസ്ഡ് മെത്തേഡിലേക്ക് മാറ്റി നമ്മുടെ ബിസിനസ് ട്രാൻസാക്ഷനെ ഇന്റർപ്രിറ്റ് ചെയ്യുന്ന മെത്തേഡാണ്. ദീസ് ആർ ദി അക്കൗണ്ടിങ് പ്രോസസ്. അപ്പോൾ നമ്മളുടെ ബിസിനസ് ട്രാൻസാക്ഷൻ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ അതിനെ ജേണലിൽ റെക്കോർഡ് ചെയ്യുന്നു. അതിനുശേഷം ലെഡ്ജറിലേക്ക് മാറ്റുന്നു. അതിനുശേഷം നമുക്ക് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ സമ്മറൈസ് ചെയ്യുന്നു. അതിനുശേഷം ഇറ്റ്സ് എ മീനിങ് ജഡ്ജ്മെന്റ്, ഇന്റർപ്രറ്റിംഗ് ദി ബിസിനസ് ട്രാൻസാക്ഷൻ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറുന്നു. ദെൻ നമുക്കിനിയും പറയാനുള്ള ഭാഗം എന്ന് പറയുന്നത് നമ്മളുടെ ബിസിനസ്സിനെ അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിങ്ങിനെ 2 രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്യും. മോഡേൺ അപ്രോച്ച് ആൻഡ് ട്രഡീഷണൽ അപ്രോച്ച് എന്നാണ് അതിനെ വിളിക്കുന്നത്. മോഡേൺ അപ്രോച്ച് ആൻഡ് ട്രഡീഷണൽ അപ്രോച്ച്. മോഡേൺ അപ്രോച്ചിനെ വേറൊരു പേര് നമ്മൾ പറയാറുണ്ട്, അമേരിക്കൻ അപ്രോച്ച് എന്നാണ്. ട്രഡീഷണൽ അപ്രോച്ചിനെ നമ്മൾ പറയുന്നത് ഇംഗ്ലീഷ് അപ്രോച്ച് എന്നാണ്. സാധാരണ രീതിയിൽ ഒരു ബിസിനസ്സിൽ നമുക്ക് അറിയേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. അസറ്റ് എന്താണ്, ലയബിലിറ്റി എന്താണ്, ക്യാപിറ്റൽ ഓർ ഓണേഴ്സ് ഇക്വിറ്റി, എക്സ്പെൻസസ് എന്താണ്, ഇൻകം എന്താണ്. അപ്പൊ അമേരിക്കൻ അപ്രോച്ച് അല്ലെങ്കിൽ മോഡേൺ അപ്രോച്ചിൽ 5 ഹെഡ്സ് ആയിട്ടാണ് അസറ്റ്സ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, എക്സ്പെൻസ് ആൻഡ് ഇൻകം. ട്രഡീഷണൽ അപ്രോച്ച് ഓർ ഇംഗ്ലീഷ് അപ്രോച്ചിൽ എന്താണ്? പേഴ്സണൽ അക്കൗണ്ട് എന്താണ്, റിയൽ അക്കൗണ്ട് എന്താണ്, നോമിനൽ അക്കൗണ്ട് എന്താണ് എന്നുള്ള 3 നേച്ചർ ഓഫ് അക്കൗണ്ടിന്റെ ബേസിലാണ് നമ്മൾ മാറ്റുന്നത്. ക്ലിയർ അല്ലേ? ദെൻ നമുക്ക് അക്കൗണ്ട്സ് എന്താണെന്ന് പറയാം. അക്കൗണ്ട്സ് എന്ന് പറയുന്നത് only 2. ഫസ്റ്റ് വൺ പേഴ്സണൽ, സെക്കൻഡ് വൺ ഈസ് പേഴ്സണൽ. നേരത്തെ ഞാൻ പറഞ്ഞത് എന്തായിരുന്നു?
നേച്ചർ ഓഫ് അക്കൗണ്ട് ആയിരുന്നു പേഴ്സണൽ, റിയൽ, നോമിനൽ. എല്ലാവരും അക്കൗണ്ട്സ് എന്ന് പറയുമ്പോൾ ആദ്യം അതിലേക്ക് പറയും. പക്ഷേ അക്കൗണ്ട്സ് എന്ന് പറയുന്നത് only two. എന്താണ്? പേഴ്സണൽ ആൻഡ് ഇംപേഴ്സണൽ. ഈ പേഴ്സണൽ എന്താണെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. പേഴ്സണലിനെ നാച്ചുറൽ പേഴ്സൺ എന്നും ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്നും റെപ്രസെൻറ്റേറ്റീവ് പേഴ്സൺ എന്നും പറയും. നാച്ചുറൽ പേഴ്സൺ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ് കേട്ടോ. ഷിഹാബ് എന്ന് പറയുന്ന ഒരു നാച്ചുറൽ പേഴ്സൺ ആണ്. കേൾക്കുന്ന നിങ്ങൾക്കൊക്കെ ഓരോ പേരുണ്ടാവും. അതെല്ലാം നാച്ചുറൽ പേഴ്സൺ ആണ്. ബട്ട് നമ്മളൊരു അക്കൗണ്ട്സിനെ ബേസ് ചെയ്തിട്ട് പറയുമ്പോൾ പേഴ്സണൽ എന്ന് പറയും. നമ്മൾ പെയ്ഡ് ടു ഷിഹാബ്, റിസീവ്ഡ് ഫ്രം അനിൽ, പെയ്ഡ് ടു ജോർജ് എന്നൊക്കെ പറയുമ്പം അവിടെ ആ ട്രാൻസാക്ഷനിൽ ജോർജ്, ഷിഹാബ്, അനിൽ, ജേക്കബ് എന്നൊക്കെ പറയുന്ന ഓരോ പേരും എന്താണ്? നേച്ചർ എന്ന് പറയുന്നത് നെയിം ഓഫ് എ പേഴ്സൺ, നാച്ചുറൽ പേഴ്സൺ ആണ്. ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കമ്പനി, ഒരു ബിസിനസ് സ്ഥാപനം, ബാങ്ക് ഒക്കെ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ഒരു എക്സാമ്പിൾ ആണ്. റെപ്രസെൻറ്റേറ്റീവ് പേഴ്സൺ എന്ന് പറഞ്ഞൊരു മൂന്നാമതൊരു ഭാഗമുണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, പ്രീപെയ്ഡ് എക്സ്പെൻസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഡ്യൂ ആണ്. ഫോർ എക്സാമ്പിൾ, ഒരു സാലറീഡ് പേഴ്സൺ ആണെങ്കിൽ ഒരു മാസത്തെ സാലറി പെൻഡിങ് ആയി. ആ എംപ്ലോയർ ആ എംപ്ലോയിക്ക് കൊടുക്കേണ്ട എമൗണ്ട് ആണ്, പക്ഷെ കൊടുത്തിട്ടില്ല. അപ്പം റെപ്രസെന്റ് ചെയ്യുന്ന ആ പർട്ടിക്കുലർ എമൗണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത് ആ ഒരാളിലേക്കാണ്. അതാണ് സാലറി ഔട്ട്സ്റ്റാൻഡിങ് എന്ന് നമ്മൾ പറയില്ലേ, അത്. അപ്പോൾ അക്കൗണ്ട്സിൽ രണ്ട് ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ് ഉണ്ട്, പേഴ്സണൽ ആൻഡ് ഇംപേഴ്സണൽ. പേഴ്സണലിൽ തന്നെ മൂന്നെണ്ണം: നാച്ചുറൽ പേഴ്സൺ, ആർട്ടിഫിഷ്യൽ പേഴ്സൺ, റെപ്രസെൻറ്റേറ്റീവ് പേഴ്സൺ. അപ്പോൾ അതിൻ്റെയൊക്കെ എക്സാമ്പിൾ നോക്കിയേ. നെയിം ഓഫ് എ പേഴ്സൺ ആണ് നാച്ചുറൽ പേഴ്സൺ. ആർട്ടിഫിഷ്യൽ എന്ന് പറയുന്നത് കമ്പനി, ബിസിനസ് ഫേം, ബാങ്ക് ആണ്. റെപ്രസെൻറ്റേറ്റീവ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, പ്രീപെയ്ഡ് എക്സ്പെൻസസ് ഒക്കെയാണ്. ഇനി ഇംപേഴ്സണൽ. ആ ഇംപേഴ്സണൽ എന്ന് പറയുന്നത് രണ്ടെണ്ണമാണ്, റിയൽ ആൻഡ് നോമിനൽ. റിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ്, ഫർണിച്ചർ, മിഷനറി, ലാൻഡ്, ബിൽഡിംഗ്, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതും ടച്ചബിൾ ആയിട്ടുള്ളതും ഒരു ഷേപ്പ് ഉള്ളതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം റിയലാണ്. നമ്മുടെ ബിസിനസിന്റെ അസറ്റ്സ് ആൻഡ് പ്രോപ്പർട്ടീസ് ആണ് റിയൽ അക്കൗണ്ടിൽ ഉള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. നോമിനൽ എന്ന് പറഞ്ഞത് നമ്മുടെ എക്സ്പെൻസും ഇൻകവും ആണ്. സാലറി നമ്മുടെ ഒരു എക്സ്പെൻസ് ആണ്, റെന്റ് എക്സ്പെൻസ് ആണ്, കമ്മീഷൻ ഇൻകം ആണ്, അത് എക്സ്പെൻസും ആകാം, ഡിസ്കൗണ്ട് റിസീവ്ഡ്, അലോഡ്, ഇതൊക്കെ ഇങ്ങനെ പോകും. അപ്പം പേഴ്സണൽ അല്ലാത്ത അല്ലെങ്കിൽ റിയലും പേഴ്സണലും അല്ലാത്ത എല്ലാം ഏതിൽ വരും? നോമിനൽ വരാം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം എന്താണ് പേഴ്സണൽ, റിയൽ, നോമിനൽ എന്നുള്ളത് നമുക്കറിയണം. നമ്മൾ നേരത്തെ ഇംഗ്ലീഷ് അപ്രോച്ചിൽ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 3 ഹെഡ്സ് ആയിട്ടാണ് പോകുന്നത്: പേഴ്സണൽ, റിയൽ, നോമിനൽ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഭാഗം ഈ ഒരു ചാർട്ടായിട്ട് ഞാൻ പറഞ്ഞത്. അപ്പം അക്കൗണ്ട്സ് എത്രയേ ഉള്ളൂ? 2: പേഴ്സണൽ ആൻഡ് ഇംപേഴ്സണൽ. പേഴ്സണൽ തന്നെ 3 ടൈപ്പ് ഓഫ് ഭാഗങ്ങൾ എന്തൊക്കെയാണ് നോക്കിയേ: നാച്ചുറൽ, ആർട്ടിഫിഷ്യൽ, റെപ്രസെൻറ്റേറ്റീവ്. നെയിം ഓഫ് എ പേഴ്സൺ, കമ്പനി, ബാങ്ക്, ഫേം. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് റെപ്രസെൻറ്റേറ്റീവ് പേഴ്സൺ ആയിട്ട് പറയുമ്പോൾ ഔട്ട്സ്റ്റാൻഡിങ്, പ്രീപെയ്ഡ് പോലെയുള്ള കാര്യങ്ങൾ അല്ലേ, റിയൽ. ക്യാഷ്, ഫർണിച്ചർ, മിഷനറി. നോമിനൽ, സാലറി, റെന്റ്, കമ്മീഷൻ. ഓക്കെ, അപ്പം ഇതാണ് അക്കൗണ്ട്സിൻ്റെ ഒരു ചാർട്ട്. അക്കൗണ്ട്സ് അപ്പോൾ എത്രയേ ഉള്ളൂ? 2. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നേച്ചർ ഓഫ് അക്കൗണ്ട് ആണ്. ആ നേച്ചർ ഓഫ് അക്കൗണ്ടിൽ ഫസ്റ്റ് വൺ പേഴ്സണൽ അക്കൗണ്ട്. നമുക്ക് എല്ലാത്തിനും റൂളുണ്ട് അല്ലേ, ഡെബിറ്റ് എന്നും ക്രെഡിറ്റ് എന്നും പറഞ്ഞിട്ടൊക്കെ റൂളുണ്ട്. അപ്പോൾ ഇവിടെ അക്കൗണ്ട്സ് പഠിക്കുമ്പോഴും നമ്മൾ ഈ ഒരു ഡെബിറ്റ് എന്താണ്, ക്രെഡിറ്റ് എന്താണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല, ഇൻക്രീസിങ് ഡിക്രീസിങ് എന്നൊക്കെ ഉള്ളൂ, കൂടുന്നു കുറയുന്നു എന്നൊക്കെ ഉള്ളൂ. ബട്ട് ഓരോ നേച്ചർ ഓഫ് അക്കൗണ്ടിനനുസരിച്ചിട്ട് അതിൻ്റെ മീനിങ് മാറും എന്നുള്ളതാണ്. അപ്പം പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റൂൾ എന്ന് പറയുന്നത് ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. അപ്പം പേഴ്സണൽ അക്കൗണ്ടിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? നെയിം ഓഫ് എ പേഴ്സൺ, കമ്പനി, ബാങ്ക്, ക്ലബ്ബ്, ഔട്ട്സ്റ്റാൻഡിങ്, അതായത് നാച്ചുറൽ പേഴ്സൺ, ആർട്ടിഫിഷ്യൽ പേഴ്സൺ, റെപ്രസെൻറ്റേറ്റീവ് പേഴ്സൺ. ഓക്കെ അല്ലേ? ഇനി ഇതിനൊരു എക്സാമ്പിൾ പറയാം. എല്ലാവരും പറയാറുണ്ട് എന്താണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, എന്താണ് ക്രെഡിറ്റ് ചെയ്യേണ്ടതെന്ന്. അത് കൃത്യമായിട്ട് നമുക്കിത് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഒരു ട്രാൻസാക്ഷൻ ആണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ആദ്യമേ റൂള് പറഞ്ഞപ്പം, പ്രോസസ്സ് പറഞ്ഞപ്പം ഐഡന്റിഫൈങ് ദി ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞില്ലേ, അതാണെന്ന്. ക്യാഷ് പെയ്ഡ് ടു അജിത്ത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ക്യാഷ് പെയ്ഡ് ടു അജിത്ത്, ക്യാഷ് ആണ് പേ ചെയ്തത്. ആര് പേ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കേൾക്കുന്ന എല്ലാവരും, ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാവരും നിങ്ങളൊരു ബിസിനസ് പേഴ്സൺ ആണെന്ന് നിങ്ങളുടെ മൈൻഡിൽ അങ്ങ് കൊണ്ടുവരിക. ഞാൻ കൊടുത്തു. ആർക്ക് കൊടുത്തു? അജിത്തിന് കൊടുത്തു.
അപ്പം അജിത്ത് ഇവിടെ എന്താണ് എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കേണ്ടത്. നിങ്ങളൊരു സിനിമ കാണുന്ന പോലെ ഒന്ന് ആലോചിച്ച്, അജിത്ത് എന്ന് പറഞ്ഞ ഒരാൾക്ക് നിങ്ങൾ ക്യാഷ് കൊടുക്കുന്നു. അജിത്ത് അപ്പം എന്ത് ചെയ്യുക? റിസീവറാണ്. അപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷനകത്ത് രണ്ട് അക്കൗണ്ട്സ് ഉണ്ട്. ഒന്ന് ക്യാഷ്, രണ്ട് അജിത്ത്. ട്രാൻസാക്ഷൻ കണ്ടെയ്ൻ ടു അക്കൗണ്ട്സ്, ക്യാഷ് ആൻഡ് അജിത്ത്. ക്യാഷ് എന്ന് പറയുന്നത് റിയൽ അക്കൗണ്ടിൽ വരുന്നതാണ്. അജിത്ത് എന്ന് പറയുന്നത് പേഴ്സണൽ അക്കൗണ്ടാണ്. അജിത്തിന്റെ റൂള് പ്രകാരം അജിത്ത് ഈസ് ദി റിസീവർ. സോ അജിത്ത് അക്കൗണ്ട് ഷുഡ് ബി ഡെബിറ്റഡ്. അപ്പോൾ പേഴ്സണൽ അക്കൗണ്ട് റൂള് ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. ക്യാഷ് പെയ്ഡ് ടു അജിത്ത്. ദാറ്റ് മീൻസ് ഞാൻ ക്യാഷ് അജിത്തിന് പേ ചെയ്തു. അജിത്ത് അപ്പോൾ എന്ത് ചെയ്തു? റിസീവർ ആണോ ഗിവർ ആണോ? സ്വീകരിക്കുന്നയാളാണോ പേ ചെയ്യുന്നയാളാണോ? അജിത്ത് റിസീവർ ആണ്. സോ അജിത്ത് ഷുഡ് ബി ഡെബിറ്റഡ്. നെക്സ്റ്റ് റിയൽ അക്കൗണ്ട്. ഇതും കൂടെ വരുമ്പോൾ നിങ്ങൾക്ക് ആ നേരത്തെ പറഞ്ഞ ക്യാഷ് പെയ്ഡ് ടു അജിത്തും കൂടെ ക്ലിയർ ആവും. ഇവിടെ നോക്കിയേ, റിയൽ അക്കൗണ്ട് ആണ്. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ബിസിനസ്സിലേക്ക് വരുന്നതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും, ബിസിനസ്സിൽ നിന്ന് പോകുന്നതിനെ ക്രെഡിറ്റ് ചെയ്യും. ക്യാഷ്, ഫർണിച്ചർ, മെഷീനറി, ലാൻഡ്, ഗുഡ്വിൽ, കോപ്പിറൈറ്റ് ഒക്കെയാണ് നമ്മുടെ റിയൽ അക്കൗണ്ടിലുള്ളത് അല്ലേ? ഇവിടെ ഞാനൊരു ട്രാൻസാക്ഷൻ പറയുന്നു. ക്യാഷ് പെയ്ഡ് ടു ജോണ. നേരത്തെ അജിത്ത് എന്നുള്ളത് മാറ്റി ജോൺ ആക്കിയെന്നില്ല കേട്ടോ. ട്രാൻസാക്ഷൻ കണ്ടെയ്ൻ ടു അക്കൗണ്ട്സ്, ക്യാഷ് ആൻഡ് ജോൺ. അപ്പോൾ ഇവിടെ ക്യാഷ് റിയൽ അക്കൗണ്ടാണ്. ജോണിന് നമ്മൾ ക്യാഷ് പേ ചെയ്തപ്പം ക്യാഷ് കംസ് ഇൻ ആണോ ക്യാഷ് ഗോസ് ഔട്ട് ആണോ? ക്യാഷ് ഗോസ് ഔട്ട് ആണ്. ക്യാഷ് ഗോസ് ഔട്ട് ഫ്രം ദി ഫേം, സോ ക്യാഷ് അക്കൗണ്ട് ഷുഡ് ബി ക്രെഡിറ്റഡ്. അപ്പം ഒരാളെ ക്രെഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തയാൾ ഡെബിറ്റ് ആയിരിക്കും. അപ്പം ജോൺ ഡെബിറ്റ് വരും, ക്യാഷ് ക്രെഡിറ്റ് വരും. ക്ലിയർ? നമുക്ക് അടുത്ത റൂള് കൂടെ നോക്കിയിട്ട് ഒരു ഗെയിമിലേക്ക് പോവാം. നോക്കിയേ, അടുത്തത് നോമിനൽ അക്കൗണ്ട് റൂളാണ്. ഇതിൻ്റെ റൂൾ എന്ന് പറയുന്നത് ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകം ആൻഡ് ഗെയിൻസ്. ബിസിനസിൻ്റെ എല്ലാ ചെലവുകളെയും നഷ്ടങ്ങളെയും നമ്മൾ ഡെബിറ്റ് ചെയ്യും, ബിസിനസിൻ്റെ എല്ലാ വരുമാനത്തെയും നേട്ടത്തെയും ക്രെഡിറ്റ് ചെയ്യും. നോമിനൽ അക്കൗണ്ടിൽ വരുന്ന ഹെഡ്സ് എന്ന് പറയുന്നത് എക്സ്പെൻസും ഇൻകവും ആണെന്ന് പറഞ്ഞു. സാലറി, റെന്റ്, കമ്മീഷൻ, ഇൻട്രസ്റ്റ്, ഡിസ്കൗണ്ട്, വേജസ്, ഇങ്ങനെ പോവും. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ക്യാഷ് പെയ്ഡ് ഫോർ അഡ്വർടൈസ്മെന്റ്. അഡ്വർടൈസ്മെന്റിന് വേണ്ടി നമ്മൾ ക്യാഷ് പേ ചെയ്തു. നമ്മൾ ക്യാഷ് പേ ചെയ്ത് കഴിഞ്ഞാൽ ഇല്ലേ, ഈ ഒരു ട്രാൻസാക്ഷനകത്ത് രണ്ട് അക്കൗണ്ട്സ് ഉള്ളത്, ഒന്ന് ക്യാഷ്, ഒന്ന് അഡ്വർടൈസ്മെന്റ്. ക്യാഷ് റിയൽ അക്കൗണ്ട് ആണ്, അഡ്വർടൈസ്മെന്റ് നോമിനൽ അക്കൗണ്ട് ആണ്. ഇതിൽ ക്യാഷ് പെയ്ഡ് ഫോർ അഡ്വർടൈസ്മെന്റ്, നമ്മൾ ക്യാഷ് അഡ്വർടൈസ്മെന്റിന് വേണ്ടി പേ ചെയ്തു. അഡ്വർടൈസ്മെന്റ് നമുക്ക് എന്താണ്? എക്സ്പെൻസ് ആണോ ലോസ് ആണോ? അതെ, എക്സ്പെൻസ് ആണ്. അഡ്വർടൈസ്മെന്റിനെ നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. ഒന്നുകൂടെ പറയാം. നമുക്ക് റൂൾസ് എന്ന് പറയുന്നത് പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്. പേഴ്സണൽ അക്കൗണ്ടിൽ വരുന്നത് ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. റിയൽ അക്കൗണ്ട് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. നോമിനൽ അക്കൗണ്ട് ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകം ആൻഡ് ഗെയിൻ. അപ്പോൾ നമുക്ക് ഈ റൂള് വെച്ചിട്ടുള്ള കാര്യമാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഒന്ന് ഡെബിറ്റ് ആണെങ്കിൽ മറ്റൊന്ന് ക്രെഡിറ്റ് ആയിരിക്കും. നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഒരു ട്രാൻസാക്ഷനകത്ത് എത്ര അക്കൗണ്ട്സ് ഇൻവോൾവ് ആകുന്നു എന്നുള്ളതാണ്. ഞാൻ അതിൻ്റെ ഒരു അസൈൻമെന്റ് പോലെ ഒരു ഹെഡ്, നിങ്ങളും ഇതേപോലെ ഒരു പേജ് എടുക്കുക അല്ലെങ്കിൽ ഒരു ബുക്ക് എടുക്കുക. ആ ബുക്കിൽ ഒരു 5 ഹെഡ് വരയ്ക്കുക. ട്രാൻസാക്ഷൻ, അക്കൗണ്ട്സ് ഇൻവോൾവ്ഡ്, നേച്ചർ ഓഫ് അക്കൗണ്ട്, ഡെബിറ്റ്, ക്രെഡിറ്റ്. അതിനുശേഷം നമുക്ക് ഓരോ ട്രാൻസാക്ഷനും എഴുതി അതിൻ്റെ നേച്ചർ ഓഫ് അക്കൗണ്ടും അക്കൗണ്ട്സ് ഇൻവോൾവ്ഡും നോക്കി ആ റൂൾസ് വെച്ചിട്ട് നമുക്കൊരു ഗെയിം ചെയ്യാം, എന്ത് ഡെബിറ്റ് എന്ത് ക്രെഡിറ്റ് എന്നുള്ളത്. ദ ഫസ്റ്റ് വൺ, പെയ്ഡ് റെന്റ്. നമ്മൾ റെന്റ് പേ ചെയ്തു എന്നുള്ളതാണ് ഇതിൻ്റെ മീനിങ് അല്ലേ? റെന്റ് പേ ചെയ്തു. ആര് പേ ചെയ്തു? ഞാൻ പേ ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഈ ഒരു ട്രാൻസാക്ഷൻ്റെ അകത്ത് രണ്ട് അക്കൗണ്ട്സ് ഉണ്ട്. ഏതൊക്കെയാണ്? റെന്റ്, ക്യാഷും. ക്ലിയർ അല്ലേ? റെന്റ് ഇനി ഏത് നേച്ചർ ഓഫ് അക്കൗണ്ട് ആണ്? ക്യാഷ് ഏത് നേച്ചർ ഓഫ് അക്കൗണ്ട് ആണ്? റെന്റ് നോമിനൽ ആണ്, ക്യാഷ് റിയൽ ആണ്. ഇനി ഏത് ഡെബിറ്റ് ചെയ്യും ഏത് ക്രെഡിറ്റ് ചെയ്യും എന്നുള്ളതാണ്. നിങ്ങളുടെ കയ്യിൽ 3 റൂളുണ്ട്. ഏതെങ്കിലും ഒരെണ്ണം എടുത്താൽ മതി. നമുക്കൊരു കാര്യം ചെയ്യാം. ഈ റിയലിൻ്റെ റൂൾ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്.
ചില ആളുകളൊക്കെ ഈ പഠിച്ച സമയത്തൊക്കെ എല്ലാം ഒരൊറ്റ റൂള് തന്നെയായിരിക്കും പറയണത്, അല്ലേ? നമുക്ക് 3 റൂൾസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പെയ്ഡ് റെന്റ് എന്ന് പറഞ്ഞു, റെന്റും ക്യാഷും ആണ്. നോമിനൽ, റിയൽ. റിയൽ അക്കൗണ്ട് റൂള് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. നോമിനൽ അക്കൗണ്ട് റൂള് ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകം ആൻഡ് ഗെയിൻ. നമുക്കിവിടെ ഏതെങ്കിലും ഒരെണ്ണം എടുക്കാം. ക്യാഷ് റെൻ്റായിട്ട് കൊടുത്തപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോവാണോ വരുവാണോ? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആണോ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് ആണോ? ക്യാഷ് പോവാണ്, ക്രെഡിറ്റ് ചെയ്യണം. നമുക്ക് നോമിനലും കൂടെ ഒന്ന് നോക്കാം. റെന്റ് ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകം ആൻഡ് ഗെയിൻ. അപ്പോൾ റെന്റ് ഡെബിറ്റ്, ക്യാഷ് ക്രെഡിറ്റ്. ഓക്കെ. സെക്കൻഡ്, പെയ്ഡ് ടു അർജുൻ. നമ്മൾ നേരത്തെ റൂള് പറഞ്ഞപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്, എങ്കിലും ഒന്നുകൂടെ നോക്കാം. അർജുൻ ക്യാഷ്, നമ്മൾ അർജുന് പേ ചെയ്തു. അർജുൻ എന്ന് പറയുന്നത് പേഴ്സണൽ, ക്യാഷ് എന്ന് പറയുന്നത് റിയൽ. അപ്പോൾ നമുക്ക് ഡെബിറ്റ് എന്താണ്? അർജുൻ്റെ റൂൾ എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. റിയൽ അക്കൗണ്ട് റൂള് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. സോ അർജുൻ ഡെബിറ്റ്, ക്യാഷ് ക്രെഡിറ്റ്. ക്ലിയർ? നെക്സ്റ്റ്, റിസീവ്ഡ് ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് നമ്മൾ റിസീവ് ചെയ്തു. ഇൻട്രസ്റ്റും ക്യാഷും കണക്ഷൻ കിട്ടുന്നുണ്ടോ? യെസ്. ക്യാഷ് റിയൽ, ഇൻട്രസ്റ്റ് നോമിനൽ. ഏതെങ്കിലും ഒരു റൂൾ എടുക്കാം. നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടി, എന്തായിട്ട് കിട്ടി? ക്യാഷ് ആയിട്ട് കിട്ടി. ക്യാഷ് ഡെബിറ്റ് അല്ലേ? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ക്യാഷ് കിട്ടി, ക്യാഷ് ഡെബിറ്റ്. ഇൻട്രസ്റ്റിന്റെ നോമിനലാണ് ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകം ആൻഡ് ഗെയിൻ. ഇൻട്രസ്റ്റിനെ ക്രെഡിറ്റ് ചെയ്തു. നെക്സ്റ്റ്, പർച്ചേസ് മിഷനറി. നമ്മളൊരു മിഷനറി വാങ്ങി. മിഷനറിയും ഉണ്ട്, ക്യാഷും ഉണ്ട്. മിഷനറിയും ഉണ്ട്, ക്യാഷും ഉണ്ട്. മിഷനറി ഏത് നേച്ചറാ? റിയലാ. ക്യാഷോ? സെയിം, റിയലാ. അപ്പം റിയല്, പേഴ്സണല്, നോമിനല് ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സപ്പ് ആയിട്ട് വരും. നമ്മൾ ട്രാൻസാക്ഷനിലെ അക്കൗണ്ട്സ് ഇൻവോൾവ്ഡ് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞിട്ട് വേണം ഇത് ക്ലിയർ ചെയ്യാൻ. ഇതൊരു സിമ്പിൾ ടിപ്പാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് ഒരു ജേണൽ എൻട്രിയിലേക്ക് പോകാനുള്ള ഒരു ഭാഗമാണ്. ഒരൊറ്റ റൂള് നോക്കിയാൽ മതി. എന്ത് വന്നു, എന്ത് പോയി? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. മിഷനറി വന്നു, ക്യാഷ് പോയി. മിഷനറി ഡെബിറ്റ്, ക്യാഷ് ക്രെഡിറ്റ്. അടുത്തത് സോൾഡ് ഫർണിച്ചർ. ഫർണിച്ചറും ക്യാഷും രണ്ടും റിയലാ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വിൽക്കുകയാണ്. അപ്പം നമുക്ക് എന്ത് കിട്ടി? ക്യാഷ് കിട്ടി. ക്യാഷ് വന്നു, ഫർണിച്ചർ പോയി. നെക്സ്റ്റ് വൺ, ഇൻവെസ്റ്റഡ് ഇൻ ടു ബിസിനസ്. ഒരു ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആര് ഇൻവെസ്റ്റ് ചെയ്യുന്നു? ആ ബിസിനസിന്റെ ഓണർ. ഓണർ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്ന പേര് ക്യാപിറ്റൽ എന്നാണ്. അല്ലെങ്കിൽ ഇൻവെസ്റ്റഡ് ഇൻ ടു ബിസിനസ് എന്നും ഓപ്പൺ ഡേ ബിസിനസ് എന്നും സ്റ്റാർട്ടഡ് ഡേ ബിസിനസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ഉണ്ട്. ക്യാഷ് ആൻഡ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ പേഴ്സണലാണ്. ഞാൻ എൻ്റെ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു, എൻ്റെ ക്യാപിറ്റൽ എന്നാണ് പറയുന്നത്. ക്യാപിറ്റൽ അപ്പം പേഴ്സണൽ അക്കൗണ്ടിൽ വരും. എന്ത് ബിസിനസ്സിലേക്ക് വന്നു? ക്യാഷ് വന്നു. ശരിയല്ലേ? ക്യാപിറ്റൽ ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. ക്യാഷ് ഡെബിറ്റ്, ക്യാപിറ്റൽ ക്രെഡിറ്റ്. പെയ്ഡ് ഇൻ ടു ബാങ്ക്. നെക്സ്റ്റ് വൺ, ബാങ്കിലേക്ക് പേ ചെയ്തു എന്നാണ്. ബാങ്കും ക്യാഷും. ക്യാഷ് പേഴ്സണൽ, ബാങ്ക് ക്യാഷ് റിയൽ, ബാങ്ക് പേഴ്സണൽ. ശരിയല്ലേ? അപ്പോൾ എങ്ങനെയാണ്? ബാങ്ക് റിസീവർ, ക്യാഷ് ഗോസ് ഔട്ട്. ഡെബിറ്റ് ബാങ്ക്, ക്രെഡിറ്റ് ക്യാഷ്. നെക്സ്റ്റ് വൺ, സോൾഡ് ടു ജോർജ്. ജോർജിന് സെല്ല് ചെയ്തു. ഇവിടെ സോൾഡ് ടു ജോർജ് ഫോർ ക്യാഷ് എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഇത് ക്യാഷ് സെയിൽസ് ആയേനെ. നമ്മുടെ ബിസിനസ്സിൽ 2 ടൈപ്പ് സെയിൽസും 2 ടൈപ്പ് പർച്ചേസും ഉണ്ട്. അതെങ്ങനെ അറിയും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സെയിൽസിന്റെ കൂടെ പാർട്ടിയുടെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യും. പർച്ചേസിന്റെ കൂടെ തന്നെ അതേപോലെ ഒരു പാർട്ടിയുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും ക്രെഡിറ്റ് പർച്ചേസ് ആയിട്ട് പറയും. അപ്പം ഇത് നമ്മുടെ ഒരു കസ്റ്റമറാണ്. സോൾഡ് ടു ജോർജ്, ജോർജിന് സെല്ല് ചെയ്തു. പിന്നെ ജോർജ് ക്യാഷ് തരുമായിരിക്കും. എന്താ സെല്ല് ചെയ്തേ? എന്തോ ഗുഡ്സ്. ഗുഡ്സും ജോർജും. ഗുഡ്സ് റിയലാ, ജോർജ് പേഴ്സണൽ.
അപ്പോൾ ഡെബിറ്റ് ദ റിസീവർ, ജോർജ് റിസീവർ അല്ലേ, ജോർജിനെ ഡെബിറ്റ് ചെയ്തു. ഗുഡ്സിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. പക്ഷേ ഗുഡ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് പറയാത്തത് കൊണ്ട് നമ്മുടെ ഇവിടുത്തെ ടേം സോൾഡ് ആണ്, അതുകൊണ്ട് സെയിൽസ് എന്ന് എഴുതും. അതാണ് അവിടുത്തെ വ്യത്യാസം. നെക്സ്റ്റ് വൺ, പർച്ചേസ്ഡ് ഫ്രം അലൻ. ഗുഡ്സും അലനും റിയലും പേഴ്സണലും. ഗുഡ്സ് വന്നു, അലൻ ഗിവറാണ്, അലനെ ക്രെഡിറ്റ് ചെയ്യും, ഗുഡ്സിനെ ഡെബിറ്റ് ചെയ്യും. ഗുഡ്സ് എന്താന്ന് പറയാത്തത് കൊണ്ട് നമ്മുടെ ടൈം പർച്ചേസ്. സോ പർച്ചേസ് ഡെബിറ്റ്, അലൻ ക്രെഡിറ്റ്. ദ നെക്സ്റ്റ് വൺ, ക്യാഷ് പർച്ചേസ്. അതായത് പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്നാണ് മീനിങ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ ഇവിടെ ഗുഡ്സും ക്യാഷും രണ്ടും റിയലാ. എന്ത് വന്നു? ഗുഡ്സ് വന്നു. എന്ത് ഗുഡ്സാന്ന് പറയാത്തത് കൊണ്ട് ഇവിടെ പർച്ചേസ് മിഷനറി പറഞ്ഞപ്പോൾ നമ്മൾ മിഷനറി ഡെബിറ്റിൽ എഴുതി, ഗുഡ്സ് പറഞ്ഞു എന്താണെന്ന് സ്പെസിഫിക് ആയി. ഇവിടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല, സോ അവിടെ പർച്ചേസ് എന്ന് എഴുതും, ക്രെഡിറ്റ് ക്യാഷ്. ദ നെക്സ്റ്റ് വൺ, ക്യാഷ് സെയിൽസ് ആണ്. ക്യാഷ് സെയിൽസ്, ഗുഡ്സും ക്യാഷും രണ്ടും റിയലാ. ഡെബിറ്റ് ക്യാഷ്, ക്രെഡിറ്റ് സെയിൽസ്. ദ ലാസ്റ്റ് വൺ, നിങ്ങൾക്കൊരു ട്രാൻസാക്ഷൻ തന്നിരിക്കുകയാണ്. പ്രാക്ടിക്കൽ പ്രോബ്ലം. പെയ്ഡ് സാലറി, റിസീവ്ഡ് കമ്മീഷൻ, റിസീവ്ഡ് ഫ്രം മാത്യു, വിഡ്രോ ഫ്രം ബാങ്ക്, പർച്ചേസ്ഡ് മോട്ടോർ കാർ ഫ്രം മിസസ് AGR ഓട്ടോമൊബൈൽസ്. നമ്മൾ ഈ പറഞ്ഞ ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ട് 3 റൂള് നിങ്ങളുടെ കയ്യിലുണ്ട്. അത് വെച്ചിട്ട് ഒന്ന് ട്രാൻസാക്ഷൻ ചെയ്യുക. ചെയ്തിട്ട് നിങ്ങൾക്ക് എത്രത്തോളം ഇത് മനസ്സിലായി എന്നുള്ളത് നിങ്ങൾ മെസ്സേജ് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ക്ലാസ് വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതൊന്ന്, ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം വീണ്ടും ക്ലാസ്സുമായിട്ട് നമ്മൾ തുടങ്ങും. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ് ഷിയാബ്സ് അക്കാഡമി. ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.